മഴക്കാലമെത്തിയിട്ടും ദേശീയപാതയിൽ കാസർഗോഡ് ചട്ടംചാൽ ബേവിഞ്ച ഭാഗത്തെ തകർന്ന റോഡിന്റെ പണി പൂർത്തിയാകാതെ കരാർ കമ്പനി. മഴ കനത്താൽ റോഡരികിലെ കൂറ്റൻ മൺതിട്ടകൾ ഏത് നിമിഷവും റോഡിലേക്ക് പതിക്കുമെന്നാണ് ആശങ്ക. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പ്രധാന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ദേശീയപാതയിലെ ചെങ്കള നീലേശ്വരം റീച്ചിലെ ചെറുക്കള പഞ്ചായത്തിലെ ചട്ടഞ്ചാൽ ബേവിഞ്ച ഭാഗമാണ് പണി പൂർത്തിയാകാതെ കിടക്കുന്നത്. ഇവിടെ ആദ്യം നിർമ്മിച്ച റോഡ് പൂർണ്ണമായും മണ്ണിടിഞ്ഞ് മൂടിപ്പോയിരുന്നു. റോഡരികിൽ നിന്ന് 30 മീറ്റർ ഉയരത്തിൽ മലയിൽ നെയിലിംഗ് നൽകിയാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കാലവർഷത്തിലെ കനത്ത മഴയിൽ നെയിലിംഗ് സംരക്ഷണം ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നിടിഞ്ഞു. കഴിഞ്ഞ മഴക്കാലത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായി പ്രദേശത്ത്. ഇതോടെ ഗതാഗതം ഉൾപ്പെടെ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തവണയെങ്കിലും മഴക്കാലത്തിന് മുൻപ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് ഈ മഴക്കാലത്തും ദുരിതയാത്രയും ആശങ്കയും തന്നെയാണ് തുടരുക എന്നാണ് ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മേലെ ഭാഗത്ത് കുറച്ച് ഇടിഞ്ഞ ഭാഗത്ത് അവിടെ മാത്രം ഒരു റിട്ടേണിംഗ് വാൾ, അത് ഒരു വർഷം കൊണ്ട് ചെയ്താണ് ഒരു 50 മീറ്റർ റിട്ടേണിംഗ് വാൾ. അത് ഇതുവരെ അവർക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ ബാക്കിയും റിട്ടേണിംഗ് വാൾ ചെയ്തിട്ട് അവർ തീർക്കണമെങ്കിൽ 3 വർഷം കൂടി വേണ്ടി വരും. ഈ അവസ്ഥ, ഈ മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് തന്നെ ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് കാണുന്നുള്ളത്. വളവ് നികത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 30 മീറ്ററോളം കട്ട് ചെയ്ത സ്ഥലങ്ങളിൽ സോയിൽ നൈലിംഗ്, സിമെന്റ് പൂശി കമ്പി കയറ്റുന്ന ഒരു സംഭവം അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആശങ്കപ്പെട്ടതാണ്. അത് ഇവിടെ പറ്റില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ പ്രാവശ്യം മണ്ണിടിഞ്ഞ സമയത്താണ് അവർക്കത് മനസ്സിലായത്. ഇപ്പം അതുപോലെ കട്ട് ചെയ്ത ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗം ഇവിടെ കിടക്കുകയാണ്. അതിലെ കൂടിയിട്ടാണ് നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതന്നെ നോക്കിയാൽ മതി, ഇത് സർവീസ് റോഡ്. ഇത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കർവ് ചെയ്തിട്ടാണ് റോഡ് കൊടുത്തേക്കുന്നത്. അതായത് ഇത് ഇടിഞ്ഞു പോകുന്നത് അവർക്ക് എല്ലാവർക്കും, കളക്ടറിനും RDOക്കും. പിന്നെ RDO വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയാണ് 2 ആഴ്ച മുമ്പ്. അവർക്ക് വരും അറിഞ്ഞു ഇതിൽ പിന്നെ വണ്ടി പോകില്ല, ഇടിഞ്ഞു പോകുന്നു. എന്നിട്ടാണ് ഈ കർവ് ഇത് ഏകദേശം ഒരു 100 മീറ്റർ മാറ്റിയിട്ടാണ് ഇപ്പോൾ കർവ് ചെയ്തിട്ട് റോഡ് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ താൽക്കാലികമായിട്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രദേശത്ത് വാഹന ഗതാഗതം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നേരിട്ടെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി പൊതുമരാമത്ത് വകുപ്പിനോടും ദേശീയപാത അതോറിറ്റിയോടും അടിയന്തരമായി ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തുടർന്നാരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് മഴ കനത്താൽ ഈ പ്രദേശത്ത് കനത്ത മണ്ണിടിച്ചിലുണ്ടാകും. ആശങ്കയിലാണ് പ്രദേശത്തെ നാട്ടുകാരും ഇതിലെ കടന്നു പോകുന്ന വാഹനയാത്രക്കാരും. മഴക്കാലമായിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ് ദേശീയപാതയിലെ ചട്ടഞ്ചാൽ ബേവിഞ്ച ഭാഗത്തെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി. കഴിഞ്ഞ തവണ മണ്ണിടിഞ്ഞ് പൂർണ്ണമായി ഈ ഭാഗത്തെ ഗതാഗതം ഉൾപ്പെടെ നിരോധിക്കപ്പെട്ടതാണ്. ഈ മഴക്കാലമായിട്ടും ഇവിടുത്തെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. അരികുവാളുകൾ കെട്ടിയിട്ടില്ല. ഇടിഞ്ഞു വീഴും ഏത് സമയം എന്ന ഭീതിയിലാണ് നാട്ടുകാർ. മാത്രവുമല്ല, അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നടത്താമെന്ന് ജില്ലാ ഭരണകൂടം ഒക്കെ പറയുമ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് നിർമ്മാണ പ്രവൃത്തി എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാസർഗോഡ് ബേവിഞ്ചയിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.